MD-യും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വ്യാപാരി സമൂഹം സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വ്യവസായി കൂടിയാണല്ലോ, ആ നിലയ്ക്ക് കൂടിയുള്ള അഭിപ്രായം വേണം. അല്ല, ഞാനിതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം തുടക്കകാലമാണല്ലോ, നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ അങ്ങനെ ബഡ്ജറ്റ് ആദ്യം കേൾക്കുന്നതോടെ വളരെ മോശമായി പറയുക എന്നുള്ള ശൈലി നല്ലതല്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം അതാണ് പറഞ്ഞത്. അതെ, കാരണം ഈ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രതിപക്ഷത്തിരുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്ര ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ആദ്യത്തെ ബഡ്ജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 പ്രഖ്യാപനം ഉണ്ടായി കേട്ടോ. ഒന്ന് ഈ 600 കോടി വകയിരുത്തിയിട്ടുണ്ട് പ്രിയദർശിനിക്ക്. അല്ല, അത് അവർ പ്രഖ്യാപിച്ചതായിരുന്നല്ലോ. ബസ് അവർ എന്തായാലും പ്രഖ്യാപിച്ചതാണ്, യാത്ര പ്രഖ്യാപിച്ചതാണ്. ബജറ്റ് വിഹിതമുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നതല്ല. അതിൽ ഏറ്റവും പ്രധാന കേരളത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകുന്നത് കിഫ്ബിയാണ്. കിഫ്ബി ആയിരുന്നു അതിൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. കിഫ്ബിനെ ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം കിഫ്ബി അവർ ഒഴിവാക്കിയിട്ടില്ല, അതിന് സ്റ്റഡി നടത്തി പുതുതായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് പറയുന്നത്. അതെങ്ങനെ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ ഈ റോഡ് പാലം എല്ലാം കിഫ്ബി വരുന്നതിന് മുൻപ് പണിതത് മുഴുവൻ കിഫ്ബി ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഉണ്ടാവില്ല. കാരണം എല്ലാ കാലത്തും ബഡ്ജറ്റ് അലോക്കേഷൻ തന്നെയാണ് വരല്. പക്ഷേ ഇപ്രാവശ്യം കിഫ്ബിനെ അങ്ങനെ കൊണ്ടുപോകണം. 10-25,000 കോടി കിഫ്ബിക്ക് അടയ്ക്കാറുണ്ട്. കിഫ്ബിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റണം. അതിനൊരു പുതിയ ശൈലി ഉണ്ടാക്കണം. ആ ശൈലിയിൽ എത്ര രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറയുന്നത് കേട്ടോ, ഈ വയനാട് തുരങ്കപാത കിഫ്ബിൻ്റെ പ്രൊജക്റ്റാണ്. കിഫ്ബിയാണ് അതിൻ്റെ ഇനീഷ്യൽ ഫണ്ടിങ് നടത്തുന്നത്. തുരങ്കപാതയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മലബാർ ആ കോറിഡോർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കോഴിക്കോട് കോറിഡോർ മലബാറുമായി ബന്ധിപ്പിക്കുന്ന കോറിഡോറിൻ്റെ വലിയ ഭാഗമായിരിക്കും അതൊക്കെ ഇന്ന് ചർച്ച ചെയ്തിട്ട് തന്നെ തൊട്ടുപോയിട്ടില്ല. കാരണം അത് കിഫ്ബി പ്രോജക്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തീരദേശത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതൊക്കെ നമ്മൾ ഈ വിവാദങ്ങളുടെ തുടക്കമാണ് അതൊക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഡോക്ടർ അപർണയിലേക്ക് പോയാലോ? ഡോക്ടർ അപർണ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ, സീക്രട്ട് ഹാർട്ട് കോളേജ്. അപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയ്ക്കും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തെയും കൂടി എങ്ങനെ കാണുമെന്ന് പറയണം. ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രത്യേകമായി ചോദിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൃത്യമായിട്ട് പ്രൈവറ്റ് PPP മോഡൽ കൃത്യമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ഈ ബജറ്റിൽ കാണുന്നുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഓൾറെഡി മുന്നേ ഉള്ള LDF ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ അടക്കം ഉള്ള കാര്യങ്ങളിൽ വെൽക്കമിങ് ആയിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും ഗവൺമെൻറ്റിനെന്ന് അത് തന്നെ പിന്തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി, ഓട്ടോണമി പദവി മുതലായവ കൊടുക്കുന്ന ഒരു രീതിയും കൂടി കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ വെൽക്കം ചെയ്യുമ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്ന, ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇൻ്റർഫിയറൻസ് അവിടെ കൊണ്ടുവരാം, മോണിറ്ററിങ് കൊണ്ടുവരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ട് ഒരു നല്ലൊരു സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു നല്ല ജനസമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്ക് ഒരിക്കലും നാളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു കാര്യമായി വരാൻ പാടില്ല. അത് കൃത്യമായിട്ട് നോക്കാൻ ഗവൺമെൻറ് കൃത്യമായ ഇടപെടലുകൾ അതിലുണ്ടാവണം. ഇപ്പം നമുക്ക് ഹോസ്പിറ്റൽസിൻ്റെ കാര്യം അറിയാം. MNCs കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. അവിടെ ഉണ്ടാവുന്ന ഇപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ ഒരു സാധാരണക്കാരന് അവൻ്റെ ഫാമിലി ബഡ്ജറ്റ് താളം തെറ്റുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ക്ലിനിക്കുകളൊക്കെ പൂട്ടിപ്പോവുകയും ചെയ്തു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള അവിടെ ഒരു കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററിങ് ഇല്ല. അത് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള രീതിയിൽ ഇതിനെ കണ്ടാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഇതിനകത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അഭിലാഷ് പൂവൻതുരുത്തിൽ, ഇപ്പം ഏതൊരു ബജറ്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അപ്രായോഗികമായ കുറെ കാര്യങ്ങളുണ്ടാകും, 2 ആവർത്തനമുള്ള കുറെ കാര്യങ്ങളുണ്ടാകും, 2 മൂന്നാമത്തെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യങ്ങളുണ്ടാകും. ഈ ബജറ്റ് എങ്ങനെയാണ്, ഏതിലാണ് ഊന്നുന്നത്? ഈ ബഡ്ജറ്റ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കൂടെ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് തുടരാതിരിക്കാൻ പറ്റില്ല ചിലതൊക്കെ. ഇപ്പൊ കിഫ്ബി ആവർത്തനമുണ്ട്. ഇപ്പൊ റിംഗ് റോഡൊക്കെ ആവർത്തനമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്, അത് ചൂണ്ടിക്കാണിക്കുക, അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളത്. പക്ഷേ പിന്നെ ഇവിടെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ആവർത്തനം മറ്റൊരു കാര്യത്തിലും പറഞ്ഞിരുന്നു. പിന്നെ മിനറൽ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത അതേപോലെ തന്നെ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പാത തന്നെ ഒരു പിന്തുടരുന്നു എന്നുള്ളത്, അതിനെ സപ്പോർട്ട് ചെയ്ത് പോവേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് പക്ഷേ ഈ ടൈറ്റാനിയമൊക്കെ ചെയ്യാൻ പറ്റുന്നത് സർക്കാരിന് മാത്രമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി സുകുമാരൻ സാർ ഇവിടെ ഉണ്ട്. പുള്ളിയോട് അത് കറക്റ്റായിട്ട് ചോദിക്കേണ്ടതാണ്. അപ്പോൾ കേരളം നമ്മൾ ടൈറ്റാനിയം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ഉള്ള സാധനമാണ്, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല.
അപ്പോൾ പുള്ളിയെ പോലൊരാൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പുള്ളിയോട് ചോദിക്കേണ്ട കേസാണ്. അതുപോലെ മറ്റേ ഇവിടെ തീരദേശത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കണ്ടമാനം കൂടുതൽ സപ്പോർട്ട്സ് കൊടുക്കുമ്പോൾ അദാനിക്ക് എന്നുള്ളൊരു ആക്ഷേപം അവിടെ വരുന്നുണ്ട്. ആ ആക്ഷേപം അങ്ങനെ വരുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദാനി ഇവിടെ ഓൾറെഡി അത് ലീഡ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊജക്ടിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളും പോകേണ്ടതെന്ന് കരുതുന്നു. ഇതുവരെയുള്ള അദാനി പിന്നെ പെട്ടെന്നൊരു വേറെ രൂപത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അതങ്ങനെ പോകുന്ന സ്ഥിതിക്ക് അത് അവർ ലീഡ് റോൾ എടുത്ത് പോകുന്നു. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ JSW ഇൻഫ്ര മാത്രമേ ഉള്ളൂ വേറെ തരത്തിൽ ഈ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കമ്പനി ഉള്ളത്. കാരണം നമുക്ക് ബിസിനസ് വന്നേ പറ്റൂ. ഇതിന് നമുക്കിനി മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഇത് ഇവിടെ കമ്മ്യൂണിസവും സോഷ്യലിസവും തമ്മിലുള്ളൊരു യുദ്ധമാണ് സത്യത്തിൽ നടക്കുന്നത്. ഒരാൾ സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ ക്യാപിറ്റലിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 3 തരത്തിൽ. അപ്പോൾ നമ്മളിത് കൊണ്ടുപോകുമ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഗുസ്തി ഇവിടെ നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇതിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ചൈന പോലും ഒരു വേറെ ഇടയ്ക്ക് അതിൻ്റെ കമ്മ്യൂണിസം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡെവലപ്മെൻ്റൽ ലെവലിൽ എല്ലാവരും ഒരുമിച്ച് വരും. അത് ആരെങ്കിലും കൂടുതൽ അഡ്വാൻറ്റേജ് ലിവറേജ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ലെവലുണ്ട്. അല്ലെങ്കിൽ ഒരു ആളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്നതിലും കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. പക്ഷേ മൊത്തത്തിൽ ഒരു ബജറ്റ് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മാർക്കറ്റിന് STT ഒരു അങ്ങനെ പുതിയ ടാക്സ് ഒക്കെ കൊണ്ടുവന്ന് മാർക്കറ്റിനെ ഇടിക്കുന്നൊരു തരത്തിലുള്ള ലെവലുണ്ടായിരുന്നു. ആ ഒരു ബജറ്റിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ക്ഷേമകാര്യങ്ങളും എല്ലാ ഇടങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ട് ഉള്ളതാണെങ്കിൽ ഇപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ചെറിയ 2 കോടി 1 കോടി 1.5 കോടി ചെറിയ അലോക്കേഷൻസ് ആണെങ്കിൽ പോലും നല്ല കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് വൗ ഫാക്ടേഴ്സ് ഇതിൽ ഉള്ളതായിട്ട് തോന്നി. കാരണം അംഗനവാടിയിൽ തന്നെ കുട്ടികൾക്ക് പഠന വൈകല്യം കണ്ടുപിടിക്കുക എന്നുള്ളത് അതൊരു വളരെ നൂതനമായൊരു കാര്യമാണ്, ചെയ്തു കൊടുക്കേണ്ടതാണ്. നമുക്ക് പേരൻസിന് അറിയില്ല. ഇപ്പോൾ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ പഠന വൈകല്യം ഉണ്ടെന്ന് പേരൻസിന് അംഗീകരിക്കാനേ പറ്റില്ല. അതവർക്ക് പക്ഷേ അതിനൊരു സയൻറ്റിഫിക് ഒരു മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കോളേജ് ലാബ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു നൂതനമായൊരു ചിന്താഗതി അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ വർക്ക് നടക്കുന്നുണ്ട്. മാറാത്ത രോഗമുള്ളവരെ ചികിത്സിക്കാനുള്ള സംവിധാനം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ